അപ്പോൾ രണ്ടാം ഘട്ട വോട്ടെടുപ്പിന്റെ അവസാന ഘട്ട പ്രചരണത്തിലാണ് മുന്നണികൾ. 122 മണ്ഡലങ്ങളിലേക്കാണ് രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുക. ആദ്യഘട്ടത്തിലെ ഉയർന്ന പോളിംഗ് ശതമാനം നിതീഷ് കുമാർ സർക്കാരിനെതിരെയുള്ള ജനരോഷമാണ് കാണിക്കുന്നതെന്ന ആത്മവിശ്വാസത്തിലാണ് അവിടെ മഹാസഖ്യമുള്ളത്. അതേസമയം തന്നെ തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് എന്ന വിശ്വാസം NDA മുന്നോട്ട് വയ്ക്കുന്നു. വിവരങ്ങളുമായി അബ്ദുൾ റഷീദ് നമ്മളോടൊപ്പം ചേരുകയാണ്. അബ്ദുൾ റഷീദ്, ഗുഡ് മോർണിംഗ്. ഏതായാലും ആദ്യഘട്ടത്തിലെ ഉയർന്ന പോളിംഗ് മഹാസഖ്യത്തിന് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. അത് നിതീഷ് കുമാർ സർക്കാരിനെതിരായ ജനവിധിയാണ് എന്നതാണ് അവരുടെ ആത്മവിശ്വാസം. മറുഭാഗത്ത് NDAയുടെ ചിന്ത അല്ലെങ്കിൽ NDAയുടെ മുന്നോട്ടുള്ള പ്രതീക്ഷ രണ്ടാം ഘട്ടത്തിൽ എങ്ങനെയാണ്? പ്രചരണം എങ്ങനെ മുന്നോട്ട് പോകുന്നു? ഗുഡ് മോർണിംഗ് മനു. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ അവസാന ഘട്ട വോട്ടെടുപ്പിനുള്ള തിരക്കിലാണ് ഇപ്പോൾ മുന്നണികളൊക്കെ തന്നെയും ഉള്ളത്. NDAയും അതോടൊപ്പം തന്നെ ഇന്ത്യ മഹാസഖ്യമൊക്കെ തന്നെയും അവസാനഘട്ട ചൂടോട് കൂടിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. 122 മണ്ഡലങ്ങളിലേക്കാണ് ഇനി അവസാന ഘട്ടത്തിലുള്ള വോട്ടെടുപ്പ് നടക്കാനിരിക്കുന്നത്. സീമാഞ്ചൽ അടക്കമുള്ള മേഖലകൾ, അതായത് അതിർത്തി മേഖലകളിലും ഗോത്ര മേഖലകളിലൊക്കെ തന്നെയാണ് ഇത്തവണ വോട്ടെടുപ്പ് നടക്കുന്നത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ടത്. ഈ മേഖലകളിലൊക്കെ തന്നെയും RJDക്ക് വലിയ മുൻതൂക്കം ഉണ്ട് എന്നുള്ളതാണ് നേതാക്കൾ പറഞ്ഞു വെക്കുന്നത്. അതേസമയം കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ സീമാഞ്ചൽ അടക്കമുള്ള മേഖലകളിലൊക്കെ തന്നെയും NDAക്ക് മുൻതൂക്കം ഉണ്ടായിരുന്നു എന്നുള്ളൊരു അവകാശവാദം BJPയുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. എന്തായാലും അസദുദ്ദീൻ ഒവൈസി അടക്കമുള്ള നേതാക്കളുടെ പാർട്ടികൾക്കൊക്കെ തന്നെയും സീമാഞ്ചൽ മേഖലയിൽ വലിയ ആധിപത്യം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഇത്തവണ ഒവൈസിയുടെ പാർട്ടിയും ഇത്തവണ സീറ്റുകൾ ഈ മേഖലയിൽ നിന്ന് നേടുമെന്നുള്ള ചില സൂചനകൾ കൂടി പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. എന്തായാലും സീമാഞ്ചൽ മേഖലകളടക്കം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വലിയ പ്രചാരണത്തിലേക്കാണ് ഇപ്പോൾ NDAയും അതോടൊപ്പം മഹാസഖ്യവും കടന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അതായത് ഒന്നാം ഘട്ടത്തിലുണ്ടായിട്ടുള്ള പോളിംഗ് എന്ന് പറയുന്നത് 65.08% എന്നുള്ളതാണ് ഇപ്പോൾ അവസാനമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിരിക്കുന്ന വിവരം. ചരിത്രത്തിൽ തന്നെ ഏറെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു പോളിംഗ് നിരക്കാണ് ഇത് എന്നുള്ളതാണ് ഏറെ നിർണായകമായിട്ടുള്ളത്. ഇതൊക്കെ തന്നെയും ഈ ഒരു പോളിംഗ് ശതമാനത്തിലെ വർധനവ് തങ്ങളുടേതാണ് എന്നുള്ളൊരു അവകാശവാദത്തിലാണ് ഇപ്പോൾ ഇരു മുന്നണികളും ഉള്ളത്. RJDയുടെയും അതോടൊപ്പം തന്നെയും കോൺഗ്രസിൻ്റെയും അടക്കമുള്ള നേതാക്കൾക്ക് വലിയ തിരിച്ചടിയാകുന്ന തരത്തിലായിരിക്കും ഇത്തവണത്തെ റിസൾട്ട് ഉണ്ടാവുക എന്നുള്ളതാണ് NDA ഘടകം വ്യക്തമാക്കുന്നത്. അതേസമയം ഇത്തരത്തിൽ നിതീഷ് കുമാർ സർക്കാരിൻ്റെയും BJP സർക്കാരിൻ്റെയും ഒക്കെ തന്നെയും ജനവിരുദ്ധ വികാരമാണ് ഇത്തരത്തിൽ വലിയ പോളിംഗിലേക്ക് നയിച്ചിട്ടുള്ളതൊരു അവകാശവാദം RJDയുടെയും കോൺഗ്രസിൻ്റെയും ഭാഗത്തു നിന്നൊക്കെ ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. എന്തായാലും 122 മണ്ഡലങ്ങളിലേക്കാണ് അവസാന ഘട്ടത്തിലുള്ള വോട്ടെടുപ്പ് നടക്കുന്നത്. നാളെയാണ് ഈ പരസ്യപ്രചാരണം അവസാനിക്കുക. ഇത്തരത്തിൽ 11-ാം തീയതി വോട്ടെടുപ്പ് നടക്കുകയും ചെയ്യും. ചരിത്രത്തിൽ തന്നെ ഇടം പിടിച്ചിട്ടുള്ള പോളിംഗ് ആണ് കഴിഞ്ഞ തവണ ഉണ്ടായിട്ടുള്ളത്. രണ്ടാം ഘട്ടത്തിലും സമാനമായിട്ടുള്ള പോളിംഗ് ആണ് നേതാക്കളൊക്കെ തന്നെയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ഇതിനോടകം തന്നെ NDAയുടെ പ്രചാരണത്തിനായി പ്രതിരോധ മന്ത്രി അതോടൊപ്പം തന്നെ ആഭ്യന്തരമന്ത്രി അടക്കമുള്ള ആളുകൾ നിലവിൽ ബീഹാറിൽ തുടരുകയാണ്. വാരണാസിയിലാണ് പ്രധാനമന്ത്രി ഉള്ളത്. വന്ദേ ഭാരതിൻ്റെ ഉദ്ഘാടനത്തിന് ശേഷം അദ്ദേഹം വീണ്ടും ബീഹാറിലേക്ക് പോവുകയും 2 പ്രചാരണ റാലികളിൽ പങ്കെടുക്കുകയും ചെയ്യും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ കോൺഗ്രസിൻ്റെയും അതോടൊപ്പം RJDയുടെയും ഒക്കെ തന്നെയും പ്രചാരണത്തിനായി സജീവമായി ബീഹാറിൽ ഉണ്ട് എന്നുള്ളതാണ് പാർട്ടി നേതാക്കളൊക്കെ തന്നെ വ്യക്തമാക്കുന്നത്. എന്തായാലും അവസാനഘട്ട തെരഞ്ഞെടുപ്പിൻ്റെ വലിയ ചൂടിലേക്ക് തന്നെയാണ് ഇപ്പോൾ ബീഹാർ മാറിയിരിക്കുന്നത്. ശരി, ഏതായാലും രണ്ടാം ഘട്ട പ്രചരണത്തിന്റെ, അതായത് അവസാന ഘട്ട തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും ആവശ്യകരമായ പ്രചരണത്തിലേക്ക് ബീഹാർ എത്തി നിൽക്കുകയാണ്. അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.